ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നയൻതാരയുടെ കല്യാണം അഥവാ നയൻതാര ബിയോണ്ട് എ ഫെയറി ടെയിൽ. സത്യത്തിൽ ഈ ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാസ്റ്റ് റിലേഷൻഷിപ്സിലുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറേ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഇടത്തില്ല. അതായത് നമ്മൾ ഇത്ര ഹാപ്പിയാണ്, നമുക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടി, നിങ്ങൾ ഇതൊക്കെ കണ്ട് അസൂയപ്പെടണം എന്നുള്ള രീതിയിലിരുന്ന അതേ ഒരു കോൺസെപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം പറയില്ല, അവസാനത്തെ ഒരു 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു ചാവും, അമ്മാതിരി ക്രിഞ്ചാണ് ഇതിൻ്റെ. എന്തായാലും ഇത് നിങ്ങൾ കാണണം ശരിക്കും. അവസാനത്തെ ആ ഒരു 40 മിനിറ്റ് എൻ്റെ പൊന്നോ, പീക്ക് ലെവൽ. ആദ്യത്തെ ഒരു 30 മിനിറ്റ് കുഴപ്പമില്ല, അതായത് നയൻതാര എങ്ങനെ ഡയാന മറിയം കുര്യനെന്ന് സൂപ്പർ സ്റ്റാർ നയൻതാര എന്ന് കാണിക്കുന്ന ഒരു ട്രാൻസിഷനും കാര്യങ്ങളും അതൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിഘ്നേഷ് ശിവനുമായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ട്. അവിടെ തൊട്ട് ഡോക്യുമെൻ്ററി ഫണ്ണി ആയിട്ട് മാറുന്നതാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നയൻതാരയുടെ പാസ്റ്റ് റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. നയൻതാരയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു, ചിമ്പുവിനെയും പ്രഭുദേവനെയൊക്കെ ആയിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ കൂടി മൊത്തത്തിൽ ഡോക്യുമെൻ്ററികളെ പറയിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു അപരാധം പോലെയാണ് ഇതെനിക്ക് തോന്നിയത്.